ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ പുതിയ ടെക്സ്റ്റ് പ്രകാരമുള്ള ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ്. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നിങ്ങളുടെ രക്ഷകർത്താക്കളോട് പറഞ്ഞ് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? അരിത്തമെറ്റിക് സീക്വൻസ്. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് നോക്കാം. ഇപ്പോൾ സമാന്തര ശ്രേണികളിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് സംഖ്യാശ്രേണികൾ എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് സംഖ്യാശ്രേണികൾ? സംഖ്യകളെ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. അതിനെയാണ് നമ്പർ പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, വി ഹാവ് സീൻ മെനി നമ്പർ പാറ്റേൺസ്. നമ്മൾ പല നമ്പർ പാറ്റേൺസും കണ്ടിട്ടുണ്ട് അല്ലേ? അതിൽ ഫസ്റ്റ് വൺ നോക്കിക്കേ, ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യകൾ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? എണ്ണൽ സംഖ്യകൾ. അതെന്ന് പറയുമ്പോൾ എന്താ? 1 2 3 അല്ലേ? 1 2 3 4 5 6 7 8 അങ്ങനെ പോകും. അതാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേതോ ഈവൻ നമ്പേഴ്സ് അഥവാ എന്താണ്? ഇരട്ട സംഖ്യകൾ. അതെങ്ങനെ വരും? 2 4 6 8 10 12 അങ്ങനെ പോകും. മൂന്നാമത്തെ നോക്കിക്കേ, ഓഡ് നമ്പേഴ്സ്, അതായത് ഒറ്റ സംഖ്യകൾ. ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1 3 5 7 9 അങ്ങനെ പോകും. ഓക്കെ, ഇനി അടുത്ത് തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യകളുടെ പകുതി. എണ്ണൽ സംഖ്യ നമുക്കറിയാം അല്ലേ? 1 2 3 4 ഇതൊക്കെയാണ് എണ്ണൽ സംഖ്യ. ഇങ്ങനെ എക്സെട്ര ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. സോ ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹാഫ് എടുക്കുക അല്ലേ? 1/2. രണ്ടും ഉണ്ട്, അങ്ങ് ഡിവൈഡ് ചെയ്യുക. 2 ഡിവൈഡഡ് ബൈ 2, 3 ഡിവൈഡഡ് ബൈ 2, 4 ഡിവൈഡഡ് ബൈ 2, അതായത് 1/2. 2/2 എന്താണ് കുട്ടികളെ? 1 ആണ്. 3/2 1.5. നമുക്ക് 3/2 എന്ന് തന്നെ പറഞ്ഞിട്ട് എഴുതാം. ഇവിടെ 3/2 ആണ് 1.5 കേട്ടോ. 3/2 തന്നെയാണ് 1.5. ദെൻ 4/2 എന്ന് പറയുന്നത് 2. ഇങ്ങനെ പോകുന്ന ശ്രേണിയാണ് എണ്ണൽ സംഖ്യകളുടെ പകുതികളുടെ ശ്രേണി, അതായത് ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നമ്പർ പാറ്റേൺ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. സ്ക്വയർ എന്ന് വെച്ചാൽ അതിൻ്റെ വർഗ്ഗം എടുക്കുക. അതായത് 1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 × 1, അതാണ് 1 സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ 2 × 2, ദാറ്റ് ഈസ് 4. അടുത്ത് 3 × 3 9, 4 × 4 60, 5 × 5 25 ഇങ്ങനെ പോകുന്ന നമ്പർ പാറ്റേൺസ് ഉണ്ട്, സംഖ്യാക്രമങ്ങളുണ്ട്. അപ്പോൾ അതാണ് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേർഡ് ആസ് ദ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് സോ ഓൺ ലൈക്ക് ദിസ് അക്കോർഡിംഗ് ടു സം റൂൾ ഈസ് കാൾഡ് നമ്പർ സീക്വൻസ്. എന്താണ് നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്? എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേർഡ് ആസ് ദ ഫസ്റ്റ് സെക്കൻഡ് third and so on like this according to some rule is called a number sequence. എന്ന് വെച്ചാൽ എന്താ? ഏതെങ്കിലും നിയമമനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായിട്ട് എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? സംഖ്യാശ്രേണികൾ അഥവാ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? വെറുതെ നമ്മൾ എഴുതുകയല്ല, അതിനൊരു നിയമമുണ്ട്. ഇപ്പോൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 1ൻ്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 2 കിട്ടുന്നത്. 2ൻ്റെ കൂടെ വീണ്ടും ഒരു 1 കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്. ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ആദ്യത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ സംഖ്യകളെയും നമുക്ക് 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അവിടെ ഒരു നിയമമുണ്ട്. ഒറ്റസംഖ്യകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒറ്റസംഖ്യകൾ 1 3 5 ഇങ്ങനെ പോകുന്നു. അടുത്ത് എണ്ണൽ സംഖ്യകളുടെ പകുതി എന്ന് പറയുമ്പോൾ അതൊരു നിയമമാണ്. എണ്ണൽ സംഖ്യ എടുത്തു, എന്നിട്ട് അതിൻ്റെ പകുതി എടുത്തു, അന്നേരം നമുക്കൊരു സംഖ്യാശ്രേണി അഥവാ നമ്പർ സീക്വൻസ് കിട്ടി. എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളും അതുപോലെ തന്നെയാണ് നമുക്ക് പറ്റുന്നത്. അപ്പോൾ ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെ നമ്പർ സീക്വൻസ് എന്നാണ് പറയുന്നത്. എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേർഡ് ആസ് എങ്ങനെയാ? ഒന്നാമത്തേത്, അതായത് ഫസ്റ്റ്, ദെൻ സെക്കൻഡ്,
third and so on like this according to some rule. ഏതെങ്കിലും നിയമം അനുസരിച്ച് is called what? Number sequence അഥവാ സംഖ്യാശ്രേണി. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ പറഞ്ഞേ. നമ്പർ സീക്വൻസിന് കുറച്ച് എക്സാമ്പിൾസ് പറയാം. നമ്മളിപ്പോൾ നോക്കിയത് മാത്രമാണോ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്? അല്ല. ഒരു പ്രത്യേക നിയമം എടുത്തിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന എല്ലാ സംഖ്യാശ്രേണികളും നമുക്ക് എന്തെന്ന് പറയാം? നമ്പർ സീക്വൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ടീച്ചർ ഇവിടെ ക്യൂബ് ഓഫ് നമ്പേഴ്സ് എടുക്കുവാണേ. ക്യൂബ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. ക്യൂബ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ ക്യൂബ് ഞാൻ എടുക്കുവാണ്. അപ്പോൾ എങ്ങനെ വരും? 1 ക്യൂബ് 1, 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8, 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 3 × 3 × 3 എന്ന് പറയുമ്പോൾ എത്രയാ? 27. ഇങ്ങനെ പോകും. ഓക്കെ. ക്യൂബ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു നമ്പർ സീക്വൻസ് ആണ് അല്ലേ? ഇനി അടുത്ത് നോക്കിയേ. 2, 6, 10, 14, 18 എക്സെട്ര. ഇതൊരു നമ്പർ സീക്വൻസ് അല്ലേ? 2ൻ്റെ കൂടെ ഒരു 4 ആഡ് ചെയ്തപ്പോൾ എനിക്ക് 6 കിട്ടി. 6ൻ്റെ കൂടെ ഒരു 4 ആഡ് ചെയ്തപ്പോഴത്തേക്കും 10 കിട്ടി. 10ൻ്റെ കൂടെ ഒരു 4 ആഡ് ചെയ്തപ്പോഴത്തേക്കും 14 കിട്ടി. 14ൻ്റെ കൂടെ ഒരു 4 ആഡ് ചെയ്തപ്പോഴത്തേക്കും 18 കിട്ടി. ഇങ്ങനെ പോകുന്നു. അടുത്തൊരു നമ്പർ സീക്വൻസ് നോക്കാം. 5, 10, 15, 20, 25 ഇങ്ങനെ പോകുന്ന ഒരു സംഖ്യാശ്രേണി. അതായത് 5നോട് 5 കൂട്ടുമ്പോൾ 10, 10നോട് 5 കൂട്ടുമ്പോൾ 15, 15നോട് 5 കൂട്ടുമ്പോൾ 20, 20നോട് 5 കൂട്ടുമ്പോൾ 25. അപ്പോൾ അടുത്ത സംഖ്യ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. 25ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ 30. ഇങ്ങനെ പോകുന്നൊരു സംഖ്യാശ്രേണി അഥവാ നമ്പർ സീക്വൻസ്. അപ്പോൾ നമ്പർ സീക്വൻസ് എന്താണെന്ന് ചോദിച്ചാലോ, നമ്പർ സീക്വൻസിന് ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞാലോ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് എഴുതാമല്ലേ കുട്ടികളെ? സുഖമായിട്ട് എഴുതാമല്ലോ. ഓക്കെ. ഇനി നോക്കിക്കേ. നിങ്ങൾ പോളിഗൺസിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. പോളിഗൺസ്. അപ്പോൾ പോളിഗൺസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? പോളിഗൺസ്. അപ്പോൾ നമ്മൾ കുറച്ച് പോളിഗൺസിൻ്റെ കാര്യം നോക്കുകയാണ്. ഓക്കെ. നമ്മൾ നേരത്തെ സംഖ്യകൾ മാത്രമാണ് കൺസിഡർ ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് പോളിഗൺസിൻ്റെ ഒരു എന്താ പറയുക, കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇഫ് വി ഓർഡർ polygons according to the number of sides as triangles, quadrilaterals, pentagons, hexagons etc. അന്നേരം നമുക്ക് കിട്ടുന്നത് ഒരു നമ്പർ സീക്വൻസ് ആയിരിക്കും. എന്തായാലും മനസ്സിലായോ? ഇല്ല. അപ്പോൾ നോക്കിക്കേ. നമുക്ക് കുറച്ച് പോളിഗൺസ് ഉണ്ട്. അപ്പോൾ ഈ പോളിഗൺസിൽ ഞാൻ 3 സൈഡ്സ് ഉള്ള പോളിഗൺ കൺസിഡർ ചെയ്യുവാണ്. ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ട്രയാങ്കിൾ. അടുത്ത് ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുവാണേ. ക്വാഡ്രിലാറ്ററൽ. ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പെൻഡഗൺ കൺസിഡർ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഹെക്സഗൺ എടുക്കുകയാണ്. ഓക്കെ. ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. അടുത്ത പോളിഗൺ ഉണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. ഇനി ഈ തന്നിരിക്കുന്ന ഈ പോളിഗൺസിൻ്റെ റെഗുലർ പോളിഗൺ ആണെന്ന് കരുതണ്ട, ജസ്റ്റ് പോളിഗൺ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് 3 വശവും തുല്യമാണെന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ജസ്റ്റ് പോളിഗൺസ്, കുറച്ച് പോളിഗൺസ് ഞാൻ എടുക്കുന്നു. എന്നിട്ട് ഇത് എന്താണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഇഫ് വി ഓർഡർ polygons according to the number of sides, അതായത് വശങ്ങളുടെ എണ്ണം നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് അതിന് ഒരു സീക്വൻസ് ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു നമ്പർ പാറ്റേൺ കിട്ടും. ഈ ഒരു ട്രയാങ്കിളിന് എത്ര വശമുണ്ട്? 3 വശമുണ്ട്. ഈ ഒരു ക്വാഡ്രിലാറ്ററലിന് എത്ര വശമുണ്ട്? ക്വാഡ്രിലാറ്ററൽ അഥവാ മലയാളത്തിൽ നമ്മൾ ചതുർഭുജം എന്നാണ് പറയുന്നത്. 4 വശം. പെൻഡഗണിനോ 5 വശം. അടുത്ത ഹെക്സഗണിനോ അതിന് എത്ര വശമുണ്ട്? 6 വശമുണ്ട്. ഇങ്ങനെ പോകുന്നു. ഇപ്പം നോക്കിക്കേ, ഇതൊരു സീക്വൻസ് അല്ലേ? 3ൻ്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 4 വരുന്നത്. 4ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 5, 5ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 6. ഇതൊരു നമ്പർ സീക്വൻസ് ആണ് അഥവാ സംഖ്യാശ്രേണിയാണ്. മനസ്സിലായോ? ഇതുപോലെ തന്നെ നമ്മൾ എന്തെടുക്കാൻ പോവുകയാണ്?
For example, if we order polygons according to the number of sides as triangles, quadrilaterals, pentagons and so on and calculate the sum of their inner angles, we get the number sequence. അതായത് നമ്മൾ നേരത്തെ എടുത്ത എന്താണ്, വശങ്ങളാണ് എടുത്തത്. വശങ്ങളുടെ എണ്ണം എടുത്തപ്പോൾ അതൊരു സീക്വൻസ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ടീച്ചർ എടുക്കാൻ പോകുന്നത് നോക്കിക്കേ, അവയുടെ ഇന്നർ ആംഗിൾസിൻ്റെ സം. ഇന്നർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുമ്പോൾ അകക്കോണുകളുടെ തുക. ഇന്നർ ആംഗിൾസിൻ്റെ സം എടുത്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഒരു സീക്വൻസ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഉദാഹരണമായി ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം എന്നിങ്ങനെ വശങ്ങളുടെ എണ്ണം അനുസരിച്ച് ബഹുഭുജങ്ങളെ ക്രമീകരിച്ചാൽ അവയുടെ അകക്കോണുകളുടെ തുകയായി. അപ്പോൾ നമുക്ക് അകക്കോണുകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ, നമ്പർ ഓഫ് സൈഡ്സ് 3 ആണല്ലോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, നമ്പർ ഓഫ് സൈഡ്സ് അറിയാമെന്നുണ്ടെങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്താണ്? സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ്. ഓരോ പോളിഗൺസിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n-2 × 180 ആണ്. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഇസ് ഈക്വൽ ടു n-2 × 180. ഓക്കെ, ഇനി നമുക്ക് ഓരോ പോളിഗൺസിൻ്റെയും ഇന്നർ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാം. അതായത് അകക്കോണുകളുടെ തുക. അപ്പോൾ ട്രയാങ്കിളിൻ്റെ കേസിൽ നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 3 അല്ലേ. അപ്പോൾ അകക്കോണുകളുടെ തുക അഥവാ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 - 2 × 180. 3 - 2 എന്ന് പറയുന്നത് 1 × 180 വിൽ ബിക്കം 180 ഡിഗ്രി. കിട്ടിയല്ലോ. അടുത്ത് ഞാൻ ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുവാണ്. നമ്പർ ഓഫ് സൈഡ്സ് 4 ആണ്. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾ 4 - 2 × 180 ആണ്. 4 - 2 എന്ന് പറഞ്ഞാൽ 2 × 180 360 ഡിഗ്രി. ഓക്കെ, അടുത്ത് ഞാൻ ഏതാണ് ഈ പെൻഡഗൺ കൺസിഡർ ചെയ്യുകയാണ്. അന്നേരം 5 - 2 × 180 5 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 3 × 180 എന്ന് പറയുന്നത് എത്രയാണ്? 540 അല്ലേ, 540. അടുത്ത് 6 വരുമ്പോഴത്തേക്കും 6 - 2 × 180 2 × 180 6 - 2 4 4 × 180 4 × 180 വരുമ്പോഴത്തേക്ക് എത്ര വരും? 720. ഓക്കെ, ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ കിട്ടിയേക്കുന്ന സം ഓഫ് ഇന്നർ ആംഗിൾസിനെ ഞാനൊരു സീക്വൻസ് ആയിട്ട് എഴുതുവാണേ. സീക്വൻസ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 180 ഡിഗ്രി 360 ഡിഗ്രി 540 ഡിഗ്രി 720 ഡിഗ്രി എക്സെട്ര. ഇത് നോക്കിക്കേ, ഇതൊരു സീക്വൻസ് ആണ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു സീക്വൻസ് ആണ് അല്ലേ? ആണല്ലോ. കാരണം ഈ 180ൻ്റെ കൂടെ ഒരു 180 ആഡ് ചെയ്തപ്പോഴത്തേക്കുമാണ് നമുക്ക് 360 കിട്ടിയത്. അപ്പോൾ 360ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്തപ്പോഴത്തേക്കും 540 വന്നത്? 360ൻ്റെ കൂടെ വീണ്ടും ഒരു 180 ആഡ് ചെയ്തപ്പോഴത്തേക്കുമാണ് നമുക്ക് എത്ര കിട്ടിയത്? 540. ആ 540ൻ്റെ കൂടെ വീണ്ടും ഒരു 180 ആഡ് ചെയ്തപ്പോഴത്തേക്കുമാണ് നമുക്ക് 720 കിട്ടിയത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്പർ സീക്വൻസിന് ഉദാഹരണം ആണ്. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ, ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിരിക്കുന്ന വേറൊരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ അനദർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദിസ് പിക്ചേഴ്സ്. ഈ ഒരു പിക്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസ് 1 മീറ്ററും അതിൻ്റെ ഹൈറ്റ് അതായത് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 മീറ്ററുമാണ്. അതായത് ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടെ ആംഗിൾ വന്നിട്ട് റൈറ്റ് ആംഗിളാണെന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് നമ്മൾ എടുക്കുകയാണ്, അതായത് ഹൈപ്പോട്ന്യൂസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹൈപ്പോട്ന്യൂസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു നമ്പർ സീക്വൻസിലാണ് പോകുന്നത്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുന്നേ, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ് പൈതഗോറസ് തിയറം എന്ന് നോക്കാം. പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വിചാരിച്ചു. ഇത് ബേസ് ആണ്, ഇത് ഹൈപ്പോട്ന്യൂസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം പറയുന്നത് ഹൈപ്പോട്ന്യൂസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ
പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണ് നമ്മുടെ പൈതഗോറസ് തിയറം പറയുന്നത്. ഈ ഒരു തിയറമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു, അതായത് അവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ ദാറ്റ് ഈസ് 1 പ്ലസ് അഗെയിൻ 1 സ്ക്വയർ ദാറ്റ് ഈസ് 1 അല്ലേ. ഇറ്റ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? റൂട്ട് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ഈ ഒരു ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ എത്രയാണ് കുട്ടികളെ? റൂട്ട് 2. അപ്പോൾ ടീച്ചർ ഇവിടെ റൂട്ട് 2 എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുക. അപ്പോൾ ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ നമുക്ക് ഇപ്പോൾ കിട്ടിയല്ലേ? എത്ര കിട്ടി? റൂട്ട് 2. അത് ഞാൻ അവിടെ എഴുതിയേ. അപ്പോൾ ഇനി അടുത്തൊരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേക്കുവാണ്. അതിൻ്റെ ബേസ് 1 മീറ്ററും ആൾട്ടിറ്റ്യൂഡ് റൂട്ട് 2 ആണെങ്കിൽ എൻ്റെ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും? അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഞാൻ h2 എന്ന് പറഞ്ഞിട്ട് എടുക്കുക. ഇത് h1 എന്ന് ഇരിക്കട്ടെ. h2 ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബേസിൻ്റെ സ്ക്വയർ 1 സ്ക്വയർ ദാറ്റ് ഈസ് 1 പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ റൂട്ട് 2ൻ്റെ സ്ക്വയർ. അത് നമുക്കറിയാം. നോക്കിക്കേ, റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്താണ് കുട്ടികളെ? എക്സ് ആണ് കേട്ടോ. റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി വാല്യൂ? റൂട്ട് 3. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എത്രയാണ്? റൂട്ട് 3 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ഫിഗറിലോട്ട് പോകാം. നമുക്കറിയാം ഈ ഒരു ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ റൂട്ട് 2 ആണ്, സെക്കൻഡ് വണ്ണിൻ്റെ റൂട്ട് 3 ആണ്, തേർഡ് വണ്ണിൽ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ കേസിൽ ബേസ് 1 മീറ്റർ, അതിൻ്റെ ഹൈറ്റ് റൂട്ട് 3 ആണ്. ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. ലെറ്റ് ഇറ്റ് ബി h3 എന്ന് പറഞ്ഞിട്ട് ടീച്ചർ എടുക്കുകയാണ്. h3 ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് അതിൻ്റെ ബേസിൻ്റെ സ്ക്വയർ 1 മീറ്ററിൻ്റെ സ്ക്വയർ ദാറ്റ് ഇസ് 1 പ്ലസ് റൂട്ട് 3ൻ്റെ സ്ക്വയർ. റൂട്ട് 3ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് അങ്ങ് പോകും, ബാക്കി നമുക്ക് 3 ആ കിട്ടുക. ഇറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 4. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? റൂട്ട് 4. റൂട്ട് 4 2 ആണ്, ഞാനത് എഴുതുന്നില്ല. റൂട്ട് 4നെ റൂട്ട് 4 ആയിട്ട് തന്നെ ഇടുവാണ്. ഇനി അടുത്ത് ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ റൂട്ട് 2 ആണ്, സെക്കൻഡിൻ്റെത് റൂട്ട് 3 ആണ്, ഫോർത്ത് വണ്ണിൻ്റെ റൂട്ട് 4 ആണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇനി ഫോർത്തിൻ്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് നിഷ്പ്രയാസം പറഞ്ഞുകൂടെ? അതെന്തായിരിക്കും കുട്ടികളെ? റൂട്ട് 5 ആയിരിക്കും. അപ്പോൾ ഈ ഹൈപ്പോട്ടന്യൂസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 4, റൂട്ട് 5. ഇനി അടുത്തും ഇതേപോലെ കണ്ടിന്യൂസ് ചെയ്ത് പോയിരുന്നെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ റൂട്ട് 6 എന്ന് പറഞ്ഞിട്ട് കിട്ടിയേനെ. അപ്പോൾ ഇത് എന്താണ്? ഇതൊരു നമ്പർ സീക്വൻസ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്പർ സീക്വൻസ് ആണ് കിട്ടിയത്. ഓക്കെ, ഇഫ് യു റൈറ്റ് ഡൗൺ ദ ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ ലാർജസ്റ്റ് ട്രയാങ്കിൾ ഓഫ് ഈച്ച് പിക്ചർ in meters, the sequence we get in that of square root of what? 2 square root of 2, 3, 4, 5, 6 etc. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് നമ്മളിങ്ങനെ ഇതുപോലത്തെ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ നമ്മളൊരു സീക്വൻഷ്യൽ ഓർഡറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം കിട്ടുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂവിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു നമ്പർ സീക്വൻസ് ആണ്, ഒരു സംഖ്യാശ്രേണിയാണ് എന്ന് പറയാം. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നോക്കിക്കേ, ദ സെയിം സീക്വൻസ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ മെനി വേസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സംഖ്യാശ്രേണിയെ തന്നെ നമുക്ക് പലതരത്തിൽ വിവരിക്കാം എന്നുള്ളതാണ്. ഉദാഹരണമായി ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്താണ്? ഫോർ എക്സാമ്പിൾ, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിക്കേ, ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ 1 അല്ലേ. 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 11 ആണ്. അത് കഴിഞ്ഞ് പിന്നെ 21 ആണ്, അടുത്ത് പിന്നെ 31 ആണ്, പിന്നെ 41 ആണ്, പിന്നെ 51 ആണ്. ഇങ്ങനെ പോകും അല്ലേ, ആണല്ലോ. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്? Sequence of natural numbers ending in
എൻഡിങ് ഇൻ 1 ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഇതിനെ ഇങ്ങനെ മാത്രമേ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ? അല്ല, ഇതിനെ വേറൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാം. എങ്ങനെയാണ്? ഇതിനെ തന്നെ, അതായത് ഈ ഒരു സീക്വൻസിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. എങ്ങനെ പറയാം? 10 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. എന്താണ്? 10 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അതായത് എന്താണ്? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് തന്നെയാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? 10 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 കിട്ടണം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻസിൽ ഫസ്റ്റ് വാല്യൂ 1 ആണ്. അപ്പോൾ ഈ 1നെ ഞാൻ ഈ 1നെ 10 കൊണ്ട് ഹരിക്കുകയാണ്. 10 കൊണ്ട് ഹരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 കൊണ്ട് പൂർണ്ണമായിട്ട് 1നെ ഹരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 1 എന്ന് പറയുന്നത് അവിടെ ഒരു റിമൈൻഡറാണ്. സോ ശിഷ്ടമാണ്. സോ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു സംഖ്യാശ്രേണിയിൽ വരുന്ന ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും? 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 10 തന്നെയാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് വരുന്നത് 20, അത് കഴിഞ്ഞിട്ട് 10ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 30, പിന്നെ 40, പിന്നെ 50, ഇങ്ങനെ പോവും. ഇതിൻ്റെ കൂടെ ഞാൻ 1 കൂട്ടുവാണ്. ഓരോ സംഖ്യയുടെ കൂടെ 1 കൂട്ടും. അപ്പോൾ അന്നേരം നമുക്ക് 11. ഇവിടെ എന്ത് കിട്ടും? ഇതിൻ്റെ കൂടെ 20ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 21, 30ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 31, 40ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 41, 50ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 51, ഇങ്ങനെ അങ്ങ് പോകും അല്ലേ. ഇനി 10നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം ഒരു 10. അപ്പോൾ അവിടെ ശിഷ്ടം എന്ന് പറയുന്നത് 0 ആണ്. ശിഷ്ടം 1 അല്ല, ശിഷ്ടം 0. അതേസമയം 11 ആകുമ്പോഴോ 11നെ ഞാൻ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു 10 അല്ലേ. ബാക്കി ശിഷ്ടം 11ന് 10 കുറച്ച് നമുക്ക് ശിഷ്ടം അവിടെ 1 ആണ് കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 11. അടുത്ത് 21 എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ നമുക്ക് 21നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 2 തവണയാണ് 10ൽ 20, ബാക്കി ശിഷ്ടം 1. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 21. അതുപോലെ അടുത്ത് 31, 41, 51, ഇങ്ങനെ പോകും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഇതേ സീക്വൻസ് നമ്മൾ ആദ്യം എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തത്? 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യയുടെ ശ്രേണി. രണ്ടാമത് നമുക്ക് എങ്ങനെ പറയാം? ഇതേ ശ്രേണിയെ തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം. 10 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. മനസ്സിലായോ? അതായത് ഫസ്റ്റ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 എന്നിതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. രണ്ടാമത് നമുക്ക് എന്താണ്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രൈബ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു നമ്പറില്ലേ, ഇതുമായിട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.